മലയാള സിനിമയിലെ കാരണവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അത് നമ്മുടെ മധുസാറാണ്. ഇന്ന് മധുസാറിൻ്റെ പിറന്നാളാണ്. 92 വയസ്സാവുകയാണ്. നമുക്കറിയാം, മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറും കൂടിയാണ്. അപ്പം മധുസാറിൻ്റെ ഒരു കരിയർ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കൊന്ന് സംസാരിച്ചാൽ തീരില്ല. അപ്പം ചില എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഒരു കോളേജ് അധ്യാപകനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മധുസാറ് വളരെ ആദർശികമായിട്ടൊരു ന്യൂസ് പേപ്പറിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഒരു ആക്ടിങ് കോഴ്സിനെ കുറിച്ചൊക്കെ കാണുന്നതും അങ്ങനെ അപ്ലൈ ചെയ്തു, അവിടെ ചെന്നു, അത് പഠിച്ചു. അങ്ങനെ ഒരു 60കളുടെ ആ ഒരു സമയത്ത്, എനിക്ക് തോന്നുന്നു 60കൾക്ക് മുമ്പേ തോന്നുന്നു, അങ്ങനെയാണ് നാടകമൊക്കെ പഠിച്ചിട്ട് ഒരു എന്താ പറയുക ട്രെയിൻഡ് ആക്ടറായിട്ട് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു 60 വർഷക്കാലം ഏകദേശം ഒരു 400ൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ മലയാളം മാത്രമല്ല മറ്റു ഭാഷകളൊക്കെ ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ കൂടെ തുടക്കകാലത്ത് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് പല നടന്മാരും സംവിധായകനൊക്കെ ആവുന്നുണ്ട്. നമുക്കറിയാം, ലാലേട്ടൻ ചെയ്തു, പൃഥ്വിരാജ് ചെയ്തു, കുറേ പേര് ചെയ്യുന്നുണ്ട്. 80s ഇപ്പോൾ ബാലേന്ദ്രമേനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് മധുസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രേം നസീർ അല്ലെങ്കിൽ സുകുമാരൻ, ജയൻ, പിന്നീട് സോമൻ, കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു സകലകലാവല്ലഭൻ തന്നെയായിരുന്നു. അദ്ദേഹം നടനായിരുന്നു, സംവിധായകനാണ്, നിർമ്മാതാവാണ്. നമുക്കറിയാം, ഉമ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ, ഒരു വലിയൊരു കമ്പനി തന്നെ ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് അതില്ല. എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന് ഏഷ്യാനെറ്റിൻ്റെ, ട്രിവാൻഡ്രത്ത് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് നിൽക്കുന്നത് അന്ന് ആ സ്റ്റുഡിയോയിലാണ്. അപ്പം അവിടെ അദ്ദേഹം ഒരുപാട് പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം ഒരുപാട് പേരെ വളർത്തിക്കൊണ്ട് വന്ന, ഒരുപാട് സംവിധായകരെ വളർത്തിക്കൊണ്ട് വന്ന, ഒരുപാട് നടന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു മധുസാറിനായിട്ട് കൊളാബ് ചെയ്തിട്ട് അദ്ദേഹം പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മധുസാറ് പ്രൊഡ്യൂസ് ചെയ്ത് പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുക ചെയ്ത ഒരു 10-20-25ഓളം സിനിമകളുണ്ട്. അവരുടെ ഒരു കൊളാബറേഷനിൽ അവർ ഒരുമിച്ച സിനിമകളുണ്ട്. അതുപോലെ സത്യനന്ദിക്കാട്, അദ്ദേഹം മധുസാറിൻ്റെയൊക്കെ കുറേ, പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, ഗാനങ്ങൾ എഴുതിയിരുന്ന ആളെ, ഗാനരചയിതാവായിരുന്നു. അപ്പോൾ കുറേ പേരെ ഒരു എന്താ പറയുക വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് മധുസാർ. വളരെ ഒരു വിഷനുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. സിനിമയിൽ നിന്ന് സമ്പാദിച്ചത് സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പലവരെയും കുറിച്ച് അങ്ങനെ കേൾക്കുന്നുണ്ട്. കമൽഹാസനെ കുറിച്ച് പറയാറുണ്ട്, അമീർ ഖാനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് മധുസാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം സംവിധാനം ചെയ്തത്, അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ 86-ലാണ്. അത് കുറച്ച് വൈകിയാണ് റിലീസ് ചെയ്തത്. അദ്ദേഹം 70-ലാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്തത്, പ്രിയ എന്ന് പറയുന്ന ഒരു സിനിമ. അതിന് തന്നെ അന്ന് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം എനിക്ക് ഒരു 15-ൽ താഴെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ആ പ്രേം നസീറിനെയും മധുസാറൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടാണ് ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമ 86-ൽ കുറച്ച് വൈകിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഉദയം പടിഞ്ഞാറെന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അതിനുശേഷം പിന്നെ അത് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല. പിന്നെ ഒരു 80s ഒരു അവസാനമൊക്കെ ആയപ്പോൾ അദ്ദേഹം പിന്നെ അഭിനയത്തിലേക്ക് മാത്രം ഒതുങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് എന്താ പറയുക സംഭാവനകൾ നൽകിയ ആളാണ്. ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ഏതൊരു സിനിമയിൽ മധുസാറൊക്കെ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു വില്ലനായിട്ടോ എന്തോ ചെയ്യുന്നൊരു സമയത്താണ് നോട്ടീസ് ചെയ്യണതും. മധുസാറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത, പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ രതിലയം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട, അതിലൊരു ആൻറ്റി ഹീറോ എന്നൊക്കെ പറയാം. മധുസാർ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട്, കുറേ പേരുണ്ട് ആ സിനിമയിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ട റോളിലാണ് ക്യാപ്റ്റൻ രാജുവിനെ മധുസാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അവിടെ നിന്ന് അങ്ങോട്ടാണ് ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ഒരു വില്ലൻ ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമയിൽ. പിന്നീട് അദ്ദേഹം 90s ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കറിയാം കുറേ അച്ഛൻ വേഷങ്ങൾ. 80s തന്നെ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ആക്റ്റീവായിട്ട് സിനിമയിൽ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം സൈഡ് റോളുകളിലേക്കും അച്ഛൻ റോളുകളിലേക്കൊക്കെ ഒരു മടി കൂടാതെ മാറിയ വ്യക്തിയാണ്. നസീർ സാറൊക്കെ നമുക്കറിയാം പിന്നീട് പൊളിറ്റിക്സിലേക്ക് പോയി. അദ്ദേഹം പിന്നെ തിരിച്ചു വന്ന് 1-2 സിനിമകൾ കഴിഞ്ഞ് അദ്ദേഹം സംവിധാനത്തിലോട്ട് ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം വിട പറഞ്ഞത്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിലുള്ള പല നടന്മാരെയും വെച്ച് നോക്കുമ്പോൾ ആക്റ്റീവായിട്ട് സിനിമയോടൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും 90 വയസ്സ് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തമാശ രൂപേണയാണ്. അദ്ദേഹം പറയും, എനിക്ക് എൻ്റെ ദിവസം തുടങ്ങുന്നത് രാത്രിയാണ്. അതായത്
ആക്റ്റീവ് ആവുന്നത് രാത്രിയാണ്. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ പറയണത്. ചിലപ്പോൾ കോൾസ് വരും, ചിലപ്പോൾ ഗസ്റ്റ് വരും. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റേതായ ഒരു സമയം കിട്ടുന്നത് രാത്രിയാണ്. രാത്രി മുതൽ ഒരു പുലർച്ചെ 3 മണി വരെയാണ് വായനയും എഴുത്തൊക്കെ ആയിട്ട് ഇരിക്കാറുള്ളത്. ഇപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ വല്ലപ്പോഴെങ്കിലും മാസത്തിൽ ഒരെണ്ണമെങ്കിലും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് അല്ലെങ്കിൽ ആ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു ആഴ്ച ഇറങ്ങിയ സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയും. അതായത് OTTയിൽ അദ്ദേഹം തിയേറ്ററിലൊന്നും പോകാറില്ല. അദ്ദേഹം പറയാറുണ്ട് തിയേറ്ററിൽ കുറേ കാലമായിട്ട് പോകാറില്ല. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് പോലും അദ്ദേഹം തിയേറ്ററിൽ പോകാറില്ല. കാരണം തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു VIP ട്രീറ്റ്മെൻ്റ് ഒക്കെ തരും. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റില്ല. എനിക്കൊരു സാധാരണക്കാരനെ പോലെ സിനിമ ആസ്വദിച്ചിരുന്ന് കാണുന്നതാണ് ഇഷ്ടം എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പിന്നെ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെ P. ചന്ദ്രകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹം ഒരു ഹിറ്റ് ഡയറക്ടറായ ശേഷം കുറേ സിനിമകൾ മധുസാറിനെ വെച്ച് P. ചന്ദ്രകുമാർ കൂട്ടുകെട്ടിൽ കുറേ സിനിമകൾ ഇറങ്ങി. ഇപ്പോൾ അന്ന് കുറേ വിമർശനങ്ങളൊക്കെ അന്നത്തെ എന്താ പറയുക, ഏതൊരു മാഗസീനിൽ അന്നുണ്ടായിരുന്ന ഏതൊരു മാഗസീനിൽ മധുകുമാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട്, അതായത് P. ചന്ദ്രകുമാർ എന്നുള്ള സംവിധായകനെ കളിയാക്കിയിട്ടാണ് വിളിച്ചത് മധുകുമാർ. അതായത് P. ചന്ദ്രകുമാർ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ മധുവാണ് അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്, P. ചന്ദ്രകുമാർ വെറുതെ പേരിനൊരു ഡയറക്ടർ മാത്രമാണ് എന്ന രീതിയിൽ കളിയാക്കിയപ്പോൾ എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ഒരു സിനിമ മധുസാറിനെ വെച്ച് P. ചന്ദ്രകുമാർ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചത് മധുസാർ പറഞ്ഞത് ഇത് 2 കാരണങ്ങൾ കൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നില്ല. ഒന്ന്, എന്നെക്കാട്ടും നന്നായിട്ട് ആ ഒരു ബിസിനസ്സുകാരൻ്റെ ലുക്ക് ഉള്ളത് പ്രേം നസീറിനാണ്. അതുകൊണ്ട് ഇത് പ്രേം നസീറിനെ വെച്ച് ചെയ്യണം. പിന്നെ ഒന്ന്, ഓൾറെഡി ചന്ദ്രകുമാർ വെറും ഒരു ഡമ്മി സംവിധായകനാണെന്ന് ഒരു പേര് ഇൻഡസ്ട്രിയിലുണ്ട്, ആളുകൾ കളിയാക്കുന്നുണ്ട്. അത് പാടില്ല. മധു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാതെ ചന്ദ്രകുമാർ ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്ത് പ്രൂവ് ചെയ്ത് ഒരു ഡയറക്ടറായി പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മധു സാർ തന്നെയാണ് നസീർ സാറിനെ അദ്ദേഹത്തിന് സംവിധായകന് സജസ്റ്റ് ചെയ്യണതും. അങ്ങനെയാണ് എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. പിന്നീട് പ്രേം നസീറിനെ വെച്ച് P. ചന്ദ്രകുമാർ വേറെ സിനിമകൾ ചെയ്തു. അതുവരെ അദ്ദേഹം മധു സാറിനെ വെച്ച് സിനിമകൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി മധു സാറിനെ കട്ട് താഴ്ന്ന, അല്ലെങ്കിൽ ആ ഒരു 2ാം നിരയിലുള്ള നടന്മാരെ നസീർ സാറിനെ പോലെ, നസീർ അന്ന് ടോപ്പാണ്, അദ്ദേഹത്തെ വെച്ച് സിനിമകൾ അന്ന് ചെയ്തിരുന്നില്ല. പക്ഷേ അങ്ങനെ മധു സാർ കാരണമാണ് സംഭവിച്ചത്. ഒരുപാട് സിനിമകളിൽ നായകനായിട്ടും അതുപോലെ തന്നെ നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടൊക്കെ നിറഞ്ഞു നിന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. 95-ലായിരുന്നു മിനി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയ്ക്ക്. ആ സിനിമയ്ക്കാണ് ആ വർഷത്തെ മികച്ച കുട്ടികൾക്കുള്ള സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. അത് സംവിധാനം ചെയ്തതും നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വന്ന് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്ത P. ചന്ദ്രകുമാറാണ്. അതിലും പിന്നിലും ഒരു കഥയുള്ളത് P. ചന്ദ്രകുമാർ ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. P. ചന്ദ്രകുമാർ നമുക്കറിയാം ഒരുപാട് കുടുംബ സിനിമകളും ആക്ഷൻ സിനിമകളൊക്കെ മലയാളത്തിൽ ചെയ്ത് ഒരു 88 ആദിപാപം എന്ന് പറയുന്ന ഒരു സിനിമയോടുകൂടി പിന്നെ അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന ആ ഒരു ഒഴുക്കിൽ പെട്ടുപോയ ഒരു സംവിധായകനാണ്. അപ്പോൾ അവിടുന്ന് മധുസാർ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന്, അതായത് എൻ്റെ ശിഷ്യന് നല്ലൊരു സിനിമ ഒരു കുട്ടികൾക്കുള്ള ഒരു അതുവരെ ചിൽഡ്രൻ സൊസൈറ്റിയോ അങ്ങനെ എന്തോ ഒരു കുട്ടികൾക്കുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു സൊസൈറ്റിയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചലച്ചിത്ര അക്കാദമി എന്നൊക്കെ പറയുന്ന പോലെ അന്ന് അങ്ങനെ എന്തോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെ എന്തോ ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടോ അതിൻ്റെ ഒരു തലപ്പത്ത് മധുസാർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മധുസാറിന് എന്തെങ്കിലും ചെയ്യണം, നല്ല ഇത് ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ പറയുന്ന പോലെ P. ചന്ദ്രകുമാർ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആദിഭാവം പോലത്തെ സിനിമകളൊക്കെ ചെയ്ത കുത്തൊഴുക്കിൽ പെട്ട് അതിന്നൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നുകൂടി പറഞ്ഞിട്ടാണ് മധുസാർ കുട്ടികൾക്കുള്ളൊരു സിനിമ P. ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്നു എന്നും പറഞ്ഞ് ആ സിനിമ ചെയ്യുന്നതും ആ സിനിമ ഒന്ന് നാഷണൽ അവാർഡ് കിട്ടണതും. ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം. അത് P. ചന്ദ്രകുമാർ നാഷണൽ അവാർഡ് വാങ്ങാനായിട്ട് ഡൽഹിയിൽ നിന്ന് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ്, പ്രസിഡൻറ്റിൻ്റെ ആണോ ജൂറി ചെയർമാനാണോ എന്ന് എനിക്കറിയില്ല, അവരുടെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടുന്നതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്കൊന്ന് സിനിമയിൽ അങ്ങനെ എത്ര പേര് ഉണ്ടെന്ന് അറിയില്ല, ഇത്രയും സീനിയറായിട്ടും ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ മധുസാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു സിനിമയാണ് 95 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിംഹവാലൻ മേനോ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ശരിക്കും അദ്ദേഹം അതിൽ കോമഡി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിരി വരും. അപ്പോൾ സംവിധായകൻ വിജി തമ്പി പറഞ്ഞതാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഞാൻ ചെയ്യണോ ഇത് കോമഡിയൊക്കെ ചെയ്യാൻ കഴിവുള്ള വേറെ എത്ര നടന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ഇത് മധുസാറ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മധുസാറിനെ വെച്ചിട്ടുള്ള ആ സിനിമ ചെയ്തത്. ഇപ്പോഴും നമുക്കറിയാം ജഗദീഷ് ശ്രീകുമാറൊക്കെ അസാധ്യമായിട്ട് കോമഡി ചെയ്യുന്നതാണ്. അവരുടെ ഒപ്പം നല്ല രസകരമായിട്ട് തന്നെയാണ് മധുസാർ ആ സിനിമ ചെയ്തത്. ഇന്ന് ഇപ്പം അദ്ദേഹം ആക്റ്റീവ് അല്ല, ഇനിയാണ് കുറേ നാളുകളായിട്ട് അദ്ദേഹം സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല. ഇടയ്ക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ ലൂസിഫറിലാണോ അതോ മരക്കാറിലാണോ എന്നറിയില്ല, ഏതൊരു സിനിമയിലേക്കൊക്കെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം
അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു സിനിമയിൽ ഇതുപോലെ തന്നെ ഈ അടുത്ത് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഷോട്ട് എടുക്കും. അങ്ങനെ എന്തോ ഞാൻ ആ സിനിമ ഏതാണെന്ന് മറന്നുപോയി. എന്തായാലും 92 വയസ്സായി, അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. എനിക്കൊന്ന് ഒരുപാട് ജനറേഷൻ എന്താ പറയുക, ഒരുപാട് സിനിമകളുടെ മാറ്റങ്ങളൊക്കെ കണ്ട ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ 400ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ചെമ്മീൻ മുതൽ, അതായത് നാഷണൽ അവാർഡ് കിട്ടിയ ചെമ്മീൻ മുതൽ അങ്ങോട്ട് എത്രയോ സിനിമകൾ. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ, അതിലൊരു സംവിധായക എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.